അണ്ണാ അണ്ണാ കടുവ വരുന്നുണ്ട്. എന്താടാ മാമൂല് കൊടുത്താണല്ലോ? കൊടുത്തതാണ്. എന്തെങ്കിലും അത്യാവശ്യമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റണ്ട. മാറ്റി ഞാൻ മാറ്റി. உபச்சாரம் ஒண்ணு வேண்டாம். அந்த மணிகண்ட எங்க? மணிகண்ட வயிற்று வலி சொல்லி இப்பதான் வயிற்று வலியாவது மண்ணாங்கட்டியாவது எங்க அவன்? சார் என்ன நடந்தது முதல்ல சொல்லுங்க சார். அந்த மணிகண்ட ஏதாவது தப்பு? அந்த பொறுக்கி பய ഞാനും പുറത്ത് അകത്ത്. எங்க போனாமே? வயசு காலத்துல ஓட வைக்கிறானே. தங்கச்சி, ஒரு சோம்பேறி பையன் இந்த பக்கமா ஓடி வந்தானா? பாக்கலையா? தமிழ்நாடு போலீஸ் ஏமாத்துற? இந்த யூனிஃபார்மோட கௌரவத்தை பத்தி அவன் என்ன நினைச்சிருக்கிறான்? சார் கையெடுத்தாச்சு சார். இந்த வாட்டி அவனை மன்னிச்சிடுங்க சார். மன்னிப்பா? கிடையவே கிடையாது. என்னைக்காவது ஒரு நாள் அவன் கையிலே மாட்டித்தான் தீரும். അതപ്പടി സാർ, ഇത് തമിഴ്നാട് ഏരിയാണാലും இந்த இடம் கேரளா தானே. உங்களால எப்படி அரெஸ்ட் பண்ண முடியும்? சட்டம் மட்டும் நீ என்கிட்ட பேச. அதுக்குத்தான் கேரளா போலீஸ்னால வெளியில நிப்பாட்டி சாரு. கேரளா போலீஸ்ல வெளியில் நிப்பாட்டி இருக்க. அவன் அங்க நிக்கட்டும். நீங்க இங்க உட்காருங்க. உட்காருங்க சார். அண்ணன் இது வேண்டாம். சாரே சாரே சாப்பிடுங்க சாரே. குடிச்சோளி சாரே. ഇത് രണ്ട് ഫോനാണ്. പതിവ് പരിപാടിയാണല്ലോടാ ഇത്. കളിച്ച് കളിച്ച് മുറത്തിക്കാരി കൊത്തു കാണും. നിന്റെ എന്റെ കോന്തൊണ്ടി മുത്തച്ഛ, എന്റെ അമ്മമ്മേ, അമ്മേ, അയ്യോ രസിടിയായിരുന്നു. അയ്യോ അയ്യോ ചൂട്. കണ്ടവരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടുവന്ന് കിടന്ന് മോങ്ങുന്നു. പടനായന്മാരുടെ തറവാടായിരുന്നടാ നമ്മുടേത്. അപ്പൻ അപ്പൂപ്പന്മാര് തൊട്ട് കളരി ഗുരുക്കന്മാരായിരുന്നു. അത് നീ മറക്കരുത്. ദേ മുത്തച്ഛൻ കോന്തുണ്ണി ചേകവർ വരെ ചേരനാട്ട് രാജാവിന്റെ വെട്ടേറ്റാടാൻ മരിച്ചത്. ആരെ പാരേറ്റ് കൊന്നാണല്ലോ കൊണ്ടൊന്നും ഇക്കാലത്ത് പറയാനില്ല അമ്മൂമ്മേ. ഇടി ചടപ്പ് തെറിപ്പിച്ച്. എന്തിനാടാ ഇങ്ങനെ അടപ്പ് തെറിപ്പിക്കണേ? ഈ വയസ്സുകാലത്ത് അമ്മുമ്മയെ വിഷമിപ്പിക്കണോ? എത്രാമത്തെ അടിയാടാ ഇത്? വേണോന്ന് വെച്ചിട്ടാണ് അമ്മൂമ്മേ. ചാരയം കാണുമ്പോ കുടിക്കണമെന്നും ചാരയം കുടിച്ചാൽ ലഹരി വരും. ലഹരി വന്നാൽ എനിക്ക് ആരെങ്കിലും തല്ലണം, ഇല്ല ആരെങ്കിലും തല്ലുകൊള്ളണം. അയ്യോ പോലീസാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ചൂടാക്കാതെ പോയി നോക്കാം മുമ്മേ. എന്നെ ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേരെ. അവനോടില്ല. ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മോനെ മണിയണ്ടാ, നീ എവിടെയാ? അമ്മൂമ്മ ഇതിനകത്താ. പേടിക്കാടാ, അവരിന്നലെ നിന്നെ കൊണ്ടാക്കിയവരാ. അമ്മൂമ്മ ലുങ്കി ഷർട്ടും ചെറുത്ത. അമ്മൂമ്മ പോ. എന്ത് മണി വാ പറയട്ടെ. ഇടിയുണ്ട വിട്. എന്ത് അവിടെ കൊണ്ട് വിട്.
பேசு எனக்கு தெரியாது തവളെ കളവ് പറയണ്ട. മണികണ്ഠൻ അടിക്കടി ഇവിടെ വന്നു പോകുന്ന വിവരം ഈ വീരപ്പനറിയാം. എവൻടാ சொன்னது അടിക്കടി വന്നു പോകുന്നുണ്ടെന്ന്? അവന്റെ ഒക്കെ മരണം നോക്കി ഊന്നണം. ഈ വയസ്സാഴ്ച അതെ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കും മണികണ്ഠനകത്തോണ്ടെന്ന്. ഒരു കാര്യം പറയട്ടെ, അണ്ണ ഉള്ളു പോകണ്ട, അകത്ത് അഭ്യാസികൾ കാണും. ഉള്ളു പോയാൽ നമ്മളെ പീസ് പീസാക്കി കളയും. അണ്ണ 2 മാസമാச்சு அவன் வீட்டுக்கு வந்துட்டு. தள்ள சாவுമ്പോ அவனுக்கு 1.5 வயசு. அப்புறம் நான் தான் எடுத்து போറ്റിனது. இப்ப ஆளாയി, കൈ പണമായി. ഇനി അമ്മുമ്മ വേണ്ടായിരിക്കും. ആ എനിക്ക് தெரியும் ആരാ എന്റെ മോന്റെ മനസ്സ് മാറ്റിയതെന്ന്. ഇതിനൊക്കെ അവൾ അനുഭവിക്കും. ഏതവളുടെ കാര്യമാണ് പറയണേ? യോ, നിങ്ങളുടെ കൂടെ കൂത്താടി നടക്കുന്നല്ല ആ ഒരുമ്പട്ടവള് കാനക. അവള് കൈവശം കൊടുത്തു. യാർ കൈവശം കൊടുത്തത്? നീ താണ്ടി. ആ നീതായ മണിയണ്ണനെ തട്ടിയെടുത്തത്. നാഗണ്ണ എന്റെ മണിയണ്ണനെ കല്യാണം നടക്കാമ ഇറക്കണ്ട പൊമ്പളതാ എങ്കിയോ മച്ചാനെ ഒളിപ്പിച്ചു വെച്ചു. ഞാനാ പോയി അവൻ നാക്കിനെ എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. ചൂലേ, ആരാടി നിന്റെ കളവി? ഊര് ചുറ്റി കണ്ട ആളുകളെ ഇറക്കിയെടുക്കുന്ന നിന്നെ ഇതാ പാര. എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. നീ എന്നെ കയ്യിലെ കൊടുപ്പ എന്നെ ചെയ്യടി. உங்க கத்திச்சண்டை பாக்குறதுக்கு நான் இங்க வரல. எங்க மணிகண்டன்? எனக்கு தெரியாது. நான் தெரிய வைக்கிறேன். 1500 രൂപ മുതൽ വാങ്ങി തന്നെ അവൻ ഇന്ന് മുങ്ങിയത്. പലരെയും പറ്റിച്ചു നടക്കുന്ന സ്വഭാവം അവൻ എങ്കിട്ട് കാമിച്ചാ അവനെ സുമ്മാ വിട മാട്ടേ. അവ ആട്ടവും പാട്ടും ഇതോടെ ക്ലോസ്. പീസ് പീസാ കട്ട് പണി എസ്റ്റേറ്റ് പോട്ടിടുവേൻ. അവകടെ ചൊല്ലി കണക്കോ വാ. அப்புறம் பாத்துக்கிறேன். കൈ കൈ അരുത് മോളെ, മോക്കെ അച്ഛന്റെ അസുഖം മാറി അടുത്തു പോവാം. പകരുന്ന രോഗം അച്ഛനെ. ആനക്കൂട്ടത്തെ കണ്ട് ഷോക്കായ മനസ്സല്ലേ, അതൊന്ന് നോർമൽ ആകുന്നവരെ ഏത് മൃഗത്തെ കണ്ടാലും ഭയം തോന്നും. ആനിമൽ ഫോബിയ. ആ സാർ വരൂ വരൂ. 4 ദിവസം മാറി നിന്നപ്പോ നീ ആളെ മറന്നോടാ നന്ദി കേട്ട നായെ. ഇനി നിന്നിവിടെ കണ്ടുപോരുത്. ഇരിക്കൂ. മുറിവെല്ലാം കരിഞ്ഞു, പക്ഷെ എല്ലിന് അല്പം കുഴപ്പമുണ്ട്. ഒപ്പിടാൻ ഒരു വിഷമം. വല്ലാതെ ക്ഷീണുണ്ടോ മോനെ? ക്ഷീണം കാണും. കാറിൽ വെച്ച് എന്നോട് പറഞ്ഞു അല്പം കിടക്കണമെന്ന്. സാറ് കിടന്നാട്ടെ. രോഗം പൂർണ്ണമായും വിട്ടിട്ടില്ല. ശരീരം വിളയേറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാഡം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചു ദിവസം സാറിനോടൊപ്പം ഇവിടെ ഇരുന്ന് എനിക്ക് ഓഫീസ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ മുറിയിൽ നിന്ന് മാറണമായിരിക്കും. അല്ലെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാ. സാറേ, എനിക്ക് വിശക്കണം. അടുക്കളയെന്നല്ലോ മാറ്റിയാ. അതൊക്കെ അറേഞ്ച് ചെയ്യാം. കിടക്ക്. ഉറങ്ങാണ്. എന്നാലും ഞാനൊന്ന് കണ്ടോട്ടെ. എവിടെയൊക്കെയാണ് പരിക്ക്? വലതുകൈയിൽ ചെറിയൊരു പരിക്കേ ഉള്ളൂ. ഭാഗ്യം.